റിപ്പോർട്ട് ഇപ്പോൾ രാജേഷ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോങ്ങോട് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ്. ആക്കുളം, ഉള്ളൂർ, പ്രശാന്ത് നഗർ, ചെറുവൈക്കൽ പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയായി വെള്ളമില്ല. മേയർ വെള്ളമില്ല. വാട്ടർ അതോറിറ്റി കഴിഞ്ഞ ദിവസമായി വർക്ക് ആരംഭിച്ചിട്ട് പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്നില്ല. ഈ ടാങ്കർ പോകുന്ന പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ. എന്റെ സുഹൃത്തുക്കളെ, BJP എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ തിരുവനന്തപുരത്ത് ഒരു മേയർ സ്ഥാനത്തേക്ക് മറ്റൊക്കെ എത്തുന്നു. അവരവിടുത്തെ അധികാരം പിടിച്ചെടുക്കുന്നു. അതോടുകൂടി തിരുവനന്തപുരം സ്വാഹ, തകർന്ന് തരിപ്പണ എന്ന് പറയാം. VV രാജേഷ് എന്ന് പറയുന്ന ഒരു പാവം BJP-കാരാണ് അവിടുത്തെ ഒരു മേയർ. അതല്ല, തനിക്ക് മേയറാണെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ നടന്നിരുന്നു. പക്ഷെ കാര്യങ്ങളൊന്നും എവിടെയും എത്തില്ല, കാര്യങ്ങളൊന്നും നടന്നില്ല. എന്തായാലും VV രാജേഷ് അവിടെ മേയർ ആയതിനു ശേഷം VV രാജേഷ് ആകെ കുടുങ്ങി മെനക്കെട്ട് കിടക്കുകയാണ്. കാരണം ഒരു തരത്തിലും അവിടെ ഒരു തരത്തിലൊരു വികസനം കൊണ്ടുവരാനോ എന്തെങ്കിലും ഒരു മാറാത്തത് മാറും എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, നാറാത്ത ആ ഒരു തിരുവനന്തപുരം നാറി എന്ന് പറയാം. വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. അതിഭീകരമായി നാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തിരുവനന്തപുരം എന്നാണ് തിരുവനന്തപുരത്തൊക്കെ പറയുന്നത്. നോക്കി, മേയറിന്റെ ആ ഒരു എന്താ പറയുക സ്ഥലത്ത് വന്നിരുന്നിട്ട് ഒരു മനുഷ്യൻ കുളിക്കുകയാണ്. വെള്ളമില്ല, കുടിവെള്ളമില്ല. ഈ എന്താ പറയാ കുപ്പിവെള്ളം വാങ്ങിച്ചിട്ട് മേത്തേക്ക് ഒഴിച്ചിട്ടാണ് പ്രതിഷേധം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ വലിയ ചോദ്യം ചോദിച്ചപ്പോൾ വെറുതെ ഇരുന്നിട്ട് ഓരോന്ന് വള വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ സൗജന്യമായി വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇടറോഡുകളിലും ഫ്ളാറ്റുകളുടെ മുകൾ നിലയിലുമൊക്കെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വെള്ളം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആദ്യം 3 ദിവസം എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റി പണി തുടങ്ങിയത്. ഇപ്പോ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വാട്ടർ അതോറിറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് രൂക്ഷമാകും. ഞങ്ങൾ നിരവധി തവണ അവരോട് പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച്, ഒരു വിഷയം വാട്ടർ അതോറിറ്റിയുടെ നെഞ്ചത്തേക്കിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒരു മേയർ. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിനെ ജലസേചന വകുപ്പ് മന്ത്രി ഒന്ന് വിളിച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറയുക. കോർപ്പറേഷൻ 100 ടാങ്കറുകളിൽ പുറത്ത് എങ്ങനെയുണ്ട്? അതും അവസാനം മന്ത്രിമാരുടെ നെഞ്ചത്തേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിരുന്നത് ഒരു പൊങ്കാലയായിരുന്നു. എത്രയോ കാലമായി വളരെ ഭംഗിയായിട്ടായിരുന്നു പൊങ്കാലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇദ്ദേഹം വന്നിട്ട് ആ പൊങ്കാലയ്ക്ക് ശേഷം ഉണ്ടാവുന്ന വേസ്റ്റ് ഒരു വൃത്തിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പോലും ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്ന് കണ്ടോക്കി. എവിടെ അപ്പൊ ഇതിന് പരസ്യം വന്നു. ഒറ്റ മിനിറ്റ്, പരസ്യം മാറട്ടെ. മാലിന്യ നിർമ്മാർജ്ജനത്തിനും പാളി തിരുവനന്തപുരം നഗരസഭയുടെ പ്ലാനിംഗ്. ഇഞ്ചക്കലിലെ KSRTC അധീനതയിലുള്ള സ്ഥലത്താണ് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ശേഖരിച്ച മാലിന്യങ്ങൾ നഗരസഭ തള്ളിയത്. മാലിന്യങ്ങൾ തള്ളുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. തരംതിരിക്കാത്ത മാലിന്യങ്ങൾ പ്രദേശത്ത് നിക്ഷേപിച്ചതോടെ പകർച്ചവ്യാധി ഭീതിയിലാണ് പ്രദേശവാസികൾ. ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യ നിർമ്മാർജ്ജനം അത് പൂർത്തിയായെന്നാണ് നഗരസഭയുടെ വാദം. എന്നാൽ എനിക്ക് പിറകിൽ കാണുന്നതാണ് നഗരസഭയുടെ വാദം പൊളിക്കുന്നതിനുള്ള തെളിവ്. കണ്ടില്ലേ, ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ ഒരു 12 ദിവസം മുമ്പത്തെ ഒരു കഥയാണ്. ഇങ്ങനത്തെ ഒരു പരിപാടി, ഇങ്ങനത്തെ ഒരു രീതി, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതിനു മുമ്പ് അവിടെ LDF ഭരിക്കുന്ന സമയത്ത് എന്റെ പ്രേക്ഷകർ ആരെങ്കിലും കേട്ടിരുന്നു? പൊങ്കാലയുടെ ഭാഗമായിട്ട് വേസ്റ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നില്ല, അവിടുത്തെ കട്ടകൾ എടുത്ത് മാറ്റുന്നില്ല, അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, അത് രൂക്ഷമാണ് എന്നീ വർത്തമാനങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എല്ലാം വളരെ സുതാര്യമായിട്ട് വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇവർക്ക് അതിന് സാധിക്കുന്നില്ല. BJP-കാർക്ക് അതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ ആളുകളല്ല. ഇവര് ദൈവങ്ങളെ പേര് പറഞ്ഞിട്ടാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുക. ഇവർക്ക് ഉത്തരം കൊടുക്കേണ്ടത് ജനങ്ങളോടല്ല, ദൈവത്തിനോട് ഉത്തരം കൊടുത്താൽ മതി. പല ദൈവങ്ങളുടെ പേരിലാണ് ഇവർ പലപ്പോഴും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പലരും കണ്ടതാണ്. വേണ്ട തെളിവിന് വേണ്ടിയിട്ട് ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭ ഇലക്ഷൻ. അതിന് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ BJP-ക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്.
അദ്ദേഹം എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് എന്ന് നോക്കിയൊക്കെ. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? കണ്ടില്ലേ, ഒരു ഹിന്ദു MLA ഗുരുവായൂർ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് പച്ചയ്ക്ക് വർഗീയത. ഇതെന്താ വല്ല അമ്പല കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കോ മഹല് കമ്മിറ്റിക്കോ ഒക്കെ തെരഞ്ഞെടുക്കുന്ന പോലൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടത് ഗുരുവായൂരപ്പനോട് മാത്രമാണ്. പൊതുജനങ്ങളോടല്ല വോട്ട് ചോദിക്കുന്നത്, പൊതുജനങ്ങളുടെ പേരിലല്ല, ഭഗവാന്മാരുടെ പേരിൽ വോട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം കൊടുക്കേണ്ടത് ഭഗവാന് കൊടുത്താൽ മതി. നമ്മൾ അതുകൊണ്ട് എത്ര കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഈ ചോദ്യങ്ങളൊന്നും മേയറോട് ചോദിച്ചിട്ട് വലിയ കാര്യമില്ല. മേയർ അടക്കമുള്ള ആളുകൾ ദൈവത്തോട് മാത്രം പ്രീതിയുള്ള ആളുകളാണ്, പൊതുജനങ്ങളോടില്ല. ബൈ.